ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ജംബോ ഷട്ടിൽ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ സാധാ ഷട്ടിലും ഈ ജംബോ ഷട്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാണ് നമ്മളെ അടുത്തുള്ള ഒരു പുതിയ ജംബോ ഷട്ടിൽ. കമ്പനി ഒഴിവാക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഷട്ടിലും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ ജംബോ ഷട്ടിൽ. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ഇടത് കയ്യിലുള്ളത് ഒരു ജംബോ ഷട്ടിലും വലത് കയ്യിലുള്ള ഒരു സാധാ ഷട്ടിലുമാണ് കേട്ടോ. ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ജംബോ ഷട്ടിലിൻ്റെ ബോബിൻ കേസും ബോബിനും നല്ല വലുതായിരിക്കും കേട്ടോ. നല്ല വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാ ബോബിനിൽ ചുറ്റുന്നതിൻ്റെ മുക്കാൽ ഭാഗം ഇതിൽ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗൊക്കെ തയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ജംബോ ഷട്ടിൽ കുറച്ചും കൂടി നല്ലതാണ് എന്ന്. സാധാ മെഷീനിൽ ഉപയോഗിക്കുന്നവർക്ക് ജംബോ ഷട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നൂല് മാറ്റുന്നവരാണെങ്കിൽ പെട്ടെന്ന് നൂല് മാറ്റുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു ഷട്ടിലാണ് ഈ ജംബോ ഷട്ടിൽ. കാരണം അതിൽ നമ്മൾ പെട്ടെന്ന് നൂല് മാറ്റേണ്ട ആവശ്യം വരില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ 10 വട്ടം ഒരു ദിവസം നൂല് മാറ്റുകയാണെങ്കിൽ ജംബോ ഷട്ടിലിൽ അത് 5 വട്ടം മാറ്റിയാൽ മതി. ഏകദേശം ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു കണക്കാണ്. എന്നാലും കുറഞ്ഞ രീതിയിൽ നൂല് മാറ്റേണ്ടി വരുള്ളൂ. കാരണം ഇതിൻ്റെ ബോബിൻ കേസും വലുതാണ്. ഇതിൻ്റെ ബോബിൻ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ജംബോ ഷട്ടിൽ ഇടുന്ന മെഷീനുകൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്താ പറയുക, ഉപയോഗിക്കുന്ന സമയത്തൊന്നും വലിയൊരു പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ജംബോ ഷട്ടിൽ ഉപയോഗിക്കുന്നത് അധികം ബാഗിൻ്റെ ഫീൽഡിലുള്ളവരാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ എന്നോട് അറിയിക്കുക. അതേപോലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും അത് വായിച്ച് അവർക്കും അതിൻ്റെ ദോഷം എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ ജംബോ ഷട്ടിലിൽ വേറെ പ്രത്യേകതകളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മൾ സാധാ മെഷീനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇതേപോലെ നൂല് മാറ്റുന്നവരാണെങ്കിൽ നമുക്ക് ഈ ജംബോ ഷട്ടിൽ കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പറാണ്, നമ്മൾ ഷട്ടിലിനെ തടഞ്ഞു നിർത്തുന്ന സ്റ്റോപ്പർ ഇടുന്ന ഭാഗം കണ്ടില്ലേ. ജംബോ ഷട്ടിലിൻ്റെ ആണെങ്കിലും സാധാ ഷട്ടിലിൻ്റെ ആണെങ്കിലും ബോബിൻ കേസിൻ്റെ ആണെങ്കിലും ഷട്ടിൽ സ്റ്റോപ്പർ ആണെങ്കിലും ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ സ്റ്റോപ്പറിൻ്റെ വലുപ്പം ഇതിൻ്റെ സ്റ്റോപ്പറിൻ്റെ വലുപ്പം തമ്മിൽ വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല. അതിലെ സ്റ്റോപ്പർ ഉപയോഗിക്കുന്നത് ഇതിലെ സ്റ്റോപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് മറ്റേ മെഷീനിലേക്ക് മാറ്റിയിടാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ നമ്മളിതിൻ്റെ സ്റ്റോപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ, രണ്ടിനും ഒരേ സ്റ്റോപ്പർ തന്നെ മതി കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെയാണ് അതിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത്. ഈ സ്റ്റോപ്പറിൻ്റെ അതേ കട്ടിങ് തന്നെയാണ് നമ്മളെ ജംബോയിൽ. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ജംബോ ഷട്ടിലാണ്, മറ്റേതിലും അതേപോലെ തന്നെയാണ് ഏകദേശം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മാറ്റിയിടാൻ കഴിയും ഏത് മെഷീനിലേക്ക് വേണമെങ്കിലും. പക്ഷേ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ തവണ നമ്മൾ പെട്ടെന്ന് അടിച്ച് കിട്ടുന്നവരാണെങ്കിൽ ഇത് ലാഭമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാഗിൻ്റെ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ പീസ് റേറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോബിന് മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം. പിന്നെ ഞാൻ പറയുന്നത് കേട്ടതാണ്, എൻ്റെ അനുഭവമല്ല. നമ്മൾ ജംബോ ഷട്ടിലിൽ കുറച്ചും കൂടി കംപ്ലൈൻറ്റുകൾ കൂടുതൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.